തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടിക്ക് 65 വർഷം കഠിന തടവ്, 72,000 രൂപ പിഴയും ശിക്ഷയുണ്ട്. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ മാതാപിതാക്കൾക്കൊപ്പം റോഡരികിൽ കിടന്നുറങ്ങുമ്പോഴാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ഉപേക്ഷിച്ചത്. ശാസ്ത്രീയ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള കേസിലാണ് പ്രതി ഹസൻകുട്ടിക്ക് 65 വർഷം കോടതി ശിക്ഷ വിധിച്ചത്. പോക്സോ വകുപ്പുകളിൽ മാത്രം 44 വർഷം തടവ് അനുഭവിക്കണം. 72,000 രൂപ പിഴത്തുകയിൽ 50,000 രൂപ അതിജീവിതയ്ക്കുള്ളതാണ്. 2024 ഫെബ്രുവരി 19 പുലർച്ചെയാണ് ചാക്ക റെയിൽവേ പാളത്തിന് സമീപത്തെ പുറമ്പോക്ക് ഭൂമിയിൽ നാടോടി സംഘത്തിനൊപ്പമുണ്ടായിരുന്ന കുട്ടിയെ ഹസൻകുട്ടി തട്ടിക്കൊണ്ടുപോയത്. പീഡിപ്പിച്ച ശേഷം റെയിൽവേ ട്രാക്കിന് സമീപത്തെ പൊന്തക്കാട്ടിൽ ഉപേക്ഷിച്ചു. കുട്ടിയുടെ വൈദ്യപരിശോധനാ ഫലം പീഡനം സ്ഥിരീകരിച്ചതോടെ CCTVകൾ പരിശോധിച്ച് പ്രതി ഹസൻകുട്ടിയാണെന്ന് ഉറപ്പിച്ചു. സംഭവത്തിന് ശേഷം തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഒളിവിൽ പോയ ഹസൻകുട്ടിയെ കൊല്ലത്തു നിന്നുമാണ് പിടികൂടിയത്. പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കുട്ടിയുടെ തലമുടി ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്താനായതും കുട്ടിയെ പീഡനത്തിനിരയാക്കിയ സ്ഥലത്തു നിന്നും ശേഖരിച്ച സാമ്പിളുകളും പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച സാമ്പിളുകളും ഒന്നാണെന്ന് കണ്ടെത്തിയതും നിർണായകമായി. പ്രതിയുടെ മുൻകാല പോക്സോ പശ്ചാത്തലവും ശിക്ഷാവിധിയിൽ നിർണായകമായിരുന്നു. 24 തിരുവനന്തപുരം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, ഏറെ ചർച്ചയായ ഒരു കേസാണ്. ആ കേസിന്റെ ആദ്യഘട്ടത്തിലെ മണിക്കൂറുകൾ, ഈ കുട്ടിയെ കാണാതെ സമയം മുതലുള്ള അന്വേഷണം, അതൊക്കെയും കേരളം കണ്ടതാണ്. നമ്മൾ വിടാതെ പിന്തുടരുന്ന ഒരു സംഭവമാണ്. നിരന്തര കുറ്റവാളിയാണ്. സമാനമായ കുറ്റകൃത്യങ്ങളിൽ മുമ്പും ഏർപ്പെട്ടിട്ടുള്ള ആളാണ് ഈ ഹസൻകുട്ടി. ഈ ശിക്ഷാവിധിയോടുള്ള പ്രോസിക്യൂഷന്റെ പ്രതികരണം എങ്ങനെയാണ്? ഗോകുൽ, ഈ കേസിന് വളരെയധികം പ്രത്യേകതയുള്ള ഒരു കേസാണ്. പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ നേരിട്ടുള്ള സാക്ഷികൾ ആരുമില്ലാത്തൊരു കേസ്. മാത്രവുമല്ല, ശാസ്ത്രീയ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തി മാത്രം കോടതിക്ക് മുൻപിലേക്ക് എത്തിയ ഒരു കേസ്. ആ കേസിലാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിധി ഇന്ന് തിരുവനന്തപുരം പോക്സോ കോടതി വിധിച്ചിരിക്കുന്നത്. 65 വർഷം തടവ് എന്നുള്ളത്, കഠിന തടവ് എന്നുള്ളത് ഒരു ചെറിയ ശിക്ഷാവിധിയെ നമുക്ക് കാണാൻ കഴിയില്ല. മാത്രവുമല്ല, പോക്സോ വകുപ്പുകളിൽ മാത്രം 44 വർഷം തടവ് എന്നുള്ളതും ഒരു അസാധാരണമായ നീക്കമായി നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട ഒരു വാദം ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ച സംഭവമാണ്. അക്കാര്യത്തിൽ ആ ഗൗരവത്തിൽ പരിഗണിക്കണം, ആ ഗൗരവത്തിൽ ശിക്ഷാവിധിയിൽ ശിക്ഷ നൽകണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. മാത്രവുമല്ല, ശാസ്ത്രീയ തെളിവുകൾ, അതിൽ പ്രധാനമായും ഈ ശേഖരിച്ച സാമ്പിളുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ പിടിവള്ളിയാക്കി പ്രതി കുറ്റക്കാരനാണ് എന്ന കണ്ടെത്തുന്നതിലേക്ക് തെളിയിച്ചത്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. പ്രോസിക്യൂഷൻ നിലവിൽ ഇപ്പോൾ ഈ വിധിയിൽ തൃപ്തരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും വലിയ വിവാദമായ സംഭവമാണ്. മണിക്കൂറുകൾ കേരളത്തിലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു സംഭവമാണ്. ഒരു പിഞ്ചു കുഞ്ഞിനെ അമ്മയോടുമൊപ്പം അച്ഛനോടുമൊപ്പം രാത്രി ഉറങ്ങുകയായിരുന്ന പിഞ്ചു കുഞ്ഞിനെ തട്ടിയെടുത്ത് പീഡിപ്പിച്ച ശേഷം ഈ പോലീസ് സാന്നിധ്യമില്ലാത്ത സമയം കണ്ടെത്തി അങ്ങനെ ഒരു കോൺസ്പിറസി കൂടി ഇക്കാര്യത്തിൽ ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അതും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ച കേസിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള വിധി തിരുവനന്തപുരം പോക്സോ കോടതി പറഞ്ഞിരിക്കുന്നത്. ഗോകുൽ, ശരി, ഏറെ ചർച്ചയായ ഒരു 2 വയസ്സുള്ള കൊച്ചു കുഞ്ഞിനോട് കാട്ടിയ അതിക്രമം, ആ കേസിലാണ് അസാധാരണമായ ഒരു ശിക്ഷാവിധി വന്നിരിക്കുന്നത്. 65 വർഷം ഹസൻകുട്ടി ഇനി ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയണം എന്നതാണ് ശിക്ഷാവിധി. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.